എന്താ രാജു? ഒന്നുമില്ല മാഡം. ആ പിള്ളേര് ഫോൺ ടൈം കൊണ്ട് ഷൂട്ട് ചെയ്യായിരുന്നോ? ഒരു സ്ത്രീ തനിച്ചിരുന്ന അവിടേക്ക് കണ്ണു നീട്ടുന്നതാണ് 2015 ഈ നാടിന്റെ സംസ്കാരം. രാജു ഇരിക്ക. വേണ്ട വേണ്ട, ഇരിക്ക രാജു. അപ്പൊ ഞാൻ തനിച്ചാണെന്ന് തോന്നില്ലല്ലോ. ഒരു പകലിന്റെ പരിചയം കൊണ്ട് ഒരു ടാക്സി ഡ്രൈവർ ചോദിക്കാൻ പാടില്ല. എങ്കിലും ചോദിച്ചോട്ടെ, എന്താ മാഡം പ്രശ്നം? എന്റെ ഭർത്താവ്, അത് മാത്രമാണ് എന്റെ പ്രശ്നം. എന്തു പറ്റി? മിസ്സിംഗ് അല്ലെങ്കിൽ ഹൈഡിങ്. ഇന്ന് ഉച്ചയ്ക്ക് വിളിക്കുന്നു. കോവളത്തൊരു ഒഫീഷ്യൽ മീറ്റിംഗിലാണെന്ന് പറയുന്നു. ഹിസ് എ കസ്റ്റംസ് ഓഫീസർ. അത് കഴിഞ്ഞ് മൈത്രിയുടെ അച്ഛൻ, നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ സാർ. ആ അതെ, ചന്ദ്രേട്ടൻ. ചന്ദ്രേട്ടൻ പറയുന്നു പോലീസ് അന്വേഷിച്ചപ്പോ ആ ഫോൺ ഇവിടെയാണുള്ളതെന്ന്. ദാറ്റ് മീൻസ് ഹി സംവെയർ അറൗണ്ട് ഹിയർ. എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും മാഡം. തൽക്കാലം മാഡത്തിനോട് പറയാൻ പറ്റാത്ത ഉണ്ടാവുന്നേ. ഭർത്താവിന് ഭാര്യയോട് പോലും പറയാൻ പറ്റാത്ത രഹസ്യങ്ങൾ ഉണ്ടാവുന്നത് ഇറ്റ്സ് എ ബാഡ് സൈൻ. കം രാജു, ലെറ്റ്സ് ഗോ. എന്നെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്ത് നാളെ കാർ വേണമെങ്കിൽ ഞാൻ രാവിലെ വിളിക്കാം. ശരി. രാജു തന്നെ വന്നാൽ മതി കേട്ടോ. ചേട്ടാ സോറി ചേട്ടാ. ഇപ്പൊ എന്ത് ചെയ്യാനാ വെച്ചാലേ അണ്ണമ്മനുണ്ട്. ആരാണ്ടാ എന്നാ ദേ നിൽക്കണ ആളാണല്ലോ. താനാണ് ഈ പിള്ളേരുടെ മൊബൈൽ വാങ്ങിച്ചത്? ഈ ഫോൺ കൊണ്ടുപോകാനൊന്നും പോണില്ല. കൊടുക്കാം. കൊടുക്കുന്ന എന്ത് ഏരിയ നോക്കി കളിക്കേട്ടാ. എന്റെ സുഹൃത്തെ വെറുതെ വഴക്കിന് വരില്ലേ. ഈ പിള്ളേർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു. അങ്ങനെ ചെയ്യല്ലെന്ന് അവരോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തായിരുന്നു തന്റെ കൂടെ ഒരു പിക്ക് എടുത്തേനാ? മര്യാദ അല്ലെങ്കിൽ അവളുടെ ഉടുപ്പൊക്കെ വലിച്ചു കയറി ഞങ്ങൾ എല്ലാരും കൂടി ഒരു ഗ്രൂപ്പ് സെൽഫി എടുക്കും. കാണണോ? എന്താ സാറേ, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? മതി. മര്യാദക്കല്ലേ കൊച്ചിയിലെ പിള്ളേരെ തട്ടുപിടിക്കുന്നു. വേണ്ട വേണ്ട വേണ്ട, കൈ ധരിച്ചിട്ട് പാടില്ല. ഒരെണ്ണം കൊടുത്താലിക്ക. മാഡം കയറിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഏത് ഡാവാണിത്? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോടാ. എന്താടാ എന്താ നോക്കണ നീ? ഈ മുഖം മറക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് നോക്കിയതാ സുഹൃത്തെ. ആണാ? പോട്ടെ. പോ ചെല്ല്. വണ്ടി വിട് പോട്ടെ. കുട്ടികളാണ്, ആ പ്രായത്തിന്റെ വികൃതികൾ അവർ കാട്ടും. എങ്കിലും ചിലപ്പോ പരിധി വിട്ടു പോകും. മാഡം, എന്റെയൊക്കെ കുട്ടിക്കാലത്തൊരു പ്രശ്നത്തെ ചെന്ന് പെടുമ്പോൾ ആദ്യം കൂട്ടുകാരെയാണ് വിളിച്ചിരുന്നത്. ഇപ്പൊ തെരുവ് ഗുണ്ടകളുടെ സഹായമാണ് കുട്ടികൾ തേടുന്നത്. എന്താ ചെയ്യാ? Yes, Raju. You're right. It's becoming worse. Madam, are you okay? Hey, relax. Hey!
Wedding ding bells are ringing. Wedding ding ding bells are ringing. नायक नहीं खलनायक हूँ मैं। ठीक है। രമേഷ് മേനോൻ IRS, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ്, കരിപ്പൂർ എയർപോർട്ട്. അയാളായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഒരു നാൾ പെട്ടെന്ന് അപ്രത്യക്ഷനായ ഒരുവനിലേക്കുള്ള യാത്രയിൽ അയാളുടെ ഭാര്യ ജയന്തി രമേഷും ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഒരു പകലും ഒരു രാത്രിയും നിങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കാൻ ഞാൻ തയ്യാറായത്. നിങ്ങൾ തമ്മിൽ നടന്നേക്കാവുന്ന ഒരു കൂടിക്കാഴ്ച ഞങ്ങളുടെ ജോലി എളുപ്പമാക്കുമെന്ന് വിശ്വസിച്ചു. പക്ഷെ നിങ്ങളെ കബളിപ്പിച്ച് അയാൾ ഇപ്പോഴും ഇരുട്ടിൽ തന്നെ. വെളിച്ചം അയാളുടെ മുഖത്ത് വീഴുക തന്നെ ചെയ്യും. ആ വെളിച്ചത്തിൽ നിന്ന് അയാളുമായി ഒരു കൂടിക്കാഴ്ച. It's not just us, dear. There are several others in this race chasing his life. എന്തിന്? What did he do? ഇരുണ്ട വഴികളിലൂടെ നിധി തേടി ഇറങ്ങിയ ഒരു സംഘത്തിന് വഴികാട്ടിയായി ജോലി ചെയ്തു അയാൾ. പണമായിരിക്കാം അയാൾ അതിനെ പ്രേരിപ്പിച്ചത്. പക്ഷെ എവിടെയോ എന്തോ ഒരു പിഴവ്. ഇപ്പൊ വേട്ടക്കാർ വഴി തെളിച്ചവനെ തേടി ഇറങ്ങിയിരിക്കുന്നു. ഭാഗ്യം അവർക്കൊപ്പം നിൽക്കാതിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ ജീവനോടെ തിരിച്ചു കിട്ടും. ഇന്ന് പിരിയും മുമ്പ് ഒരു ജോലി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട് രേഖയുടെ ഹസ്ബൻഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രശേഖരനെ ഒന്ന് വിളിക്കണം. പോലീസ് ലൊക്കേറ്റ് ചെയ്ത രമേഷിന്റെ സെൽഫോൺ ഏത് ടവറിലാണെന്ന് ചോദിക്കണം. ഡു ഇറ്റ് നൗ. Put it on speaker. ചന്ദ്രേട്ട, രമേശിന്റെ ഫോൺ കൊച്ചിയിൽ തന്നെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, കൊച്ചിയിൽ എവിടെയാണ്? രാവിലെ നോക്കിയപ്പോ അത് എറണാകുളം സിറ്റിയില. ഉച്ചയ്ക്ക് ശേഷം അത് സ്വിച്ച് ഓഫാ. ജയന്തി എവിടെയാ? ഫോൺ. ഹലോ ഹലോ, നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. രാത് ആദി ബാക്കി ഹൈ, ജാക്കെ സോ ജായേ. ഗുഡ് നൈറ്റ്. നിൽക്കൂ, നിങ്ങളൊക്കെ ആരാ? ആൽബർട്ട്, ആരാണ് നമ്മൾ? ഈ ലോകം മുഴുവൻ ചങ്ങലക്കണ്ണി ബന്ധമുള്ള ഒരു കച്ചവട ശൃംഖലയുടെ ഭാഗമാണ് നിങ്ങൾ. ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ ലോകം സൃഷ്ടിച്ചതിൽ ഒരു പങ്കുമില്ലാത്ത, എന്നാൽ കൊന്നും വെന്നും നടത്തിയ പല പടയോട്ടങ്ങളുടെയും കാരണമായ ഒരു ലോഹത്തിന്റെ വ്യാപാര ലോകം. We are also a part of it. മഞ്ഞ ലോകം, yellow metal. The world calls it gold.